ഇതാണ് ആ വീടിൻ്റെ ഗേറ്റ്. ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടില്ല. ഗേറ്റാണിത്. ഇതായി കാണുന്നതാണ് വീട്. നമുക്ക് ഇനി ഗേറ്റ് തുറന്ന് അകത്തോട്ട് പോകാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം. കാർ പോർച്ച് കഴിയുമ്പം ചെറിയൊരു സിറ്റ് ഔട്ട്. നല്ല മനോഹരമായ രീതിയിൽ സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ ഒരു ചെറിയൊരു വുഡിൻ്റെ ഒരു സോഫ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കുഷൻ അടിക്കാത്തൊരു സോഫയാണ്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് നേരെ ചെല്ലുന്ന ലിവിങ് ഹാളിലോട്ടാണ്. ആ ലൈറ്റ് ഒന്നിട്ടേ. ഇതൊരു ലിവിങ് ഹാളാണ്. അത് കുഴപ്പമില്ല. ലിവിങ് ഹാളിലാണ് സോഫ ഒക്കെ ഇട്ടേക്കുന്നത്. ഇത് ഇൻറ്റീരിയൽ ചെയ്തേക്കുവാണ്. ഫ്ലവർ വെയ്റ്റ്സ് ഒക്കെ വെച്ചേക്കാൻ. ഈ ഡി ലൈഫ് എന്ന് പറഞ്ഞൊരു ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനിയാണ് ഇൻറ്റീരിയലൊക്കെ ചെയ്തിരിക്കുന്നത്. ചെറിയ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലിവിങ് ഹാളാണ്. ടി വി വെച്ചിട്ടുണ്ട്. വോളൊക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഹാളിൽ നേരെ പോകുന്ന ഡൈനിങ് ഹാളിലോട്ടാണ്. നല്ല അടിപൊളി ഒരു ഡൈനിങ് ഹാളാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. യേശുവിൻ്റെ വലിയൊരു ഫോട്ടോ, ജനൽ, മനോഹരമായിട്ടൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഡിലൈഫ് ചെയ്താണ്. ഡിലൈഫ് ഹോം ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനി ചെയ്തതാണ്. അവിടെ തന്നെ ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. പ്രത്യേകം സെപ്പറേറ്റ് റൂം ഒന്നും അവർ എടുത്തിട്ടില്ല അതുവേണ്ടി. സ്പേസ് അത്യാവശ്യം കളഞ്ഞിട്ടുമില്ല. ഡൈനിങ് ഹാളിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു പ്രെയർ റൂമായിട്ട് തന്നെ, റൂമായിട്ടല്ല, അത് ഒരു പ്രെയർ ഏരിയ. ഇവിടെ നിന്നാണ് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നത്. സ്റ്റെയർ കേസാണിത്. മനോഹരമാണ്. ഇത് ഫാൻസി ലൈറ്റ് ഒക്കെയാണ്. ജിപ്സം ചെയ്തിട്ടുണ്ട് വീടിൻ്റെ അകം. ഡൈനിങ് ഹാളിൻ്റെ അവിടെ ജിപ്സം ചെയ്തിട്ടുണ്ട്. അത് തന്നെ കാണിക്കാൻ മറന്നുപോയി. ലിവിങ് ഹാളിലും ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സീലിംഗ്, ജിപ്സം സീലിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഡൈനിങ് ഹാളിൽ നേരെ കിച്ചണിലോട്ടാണ്. ഇതൊരു ഓപ്പൺ കിച്ചനാണ്. ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഡൈനിങ് ഹാളിൻ്റെ അവിടെ നേരെ ഓപ്പൺ കിച്ചൺ. ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കബോർഡുകളൊക്കെ ഒന്ന് തുറന്നേ. ഓരോ കബോർഡും തുറന്നേ. ഉണ്ടോ? സൂപ്പർ കബോർഡിങ്ങാണ്. ഇത് ഡി ലൈഫ് ചെയ്താണ്. ഡി ലൈഫ് ഹോം ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഫേമസ് കമ്പനിയാണ്. ഇതാ കബോർഡ് നിറച്ചും സാധനങ്ങളാണ്. ഗിഫ്റ്റ് കിട്ടുകയാന്ന് തോന്നുന്നു. ഉണ്ടോ? കബോർഡൊക്കെ സൂപ്പറായിട്ട്. കബോർഡിൻ്റെ അകത്തും ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാതകം, സിങ്ക്, ബേസിൻ. അവിടെ അത്യാവശ്യം ഒരു 4 വള്ളിയുടെ ജനലാണ്. നേരെ ഓപ്പോസിറ്റും കബോർഡ് ചെയ്തിട്ടുണ്ട്. ഡി ലൈഫിൻ്റെ ഒരു ഫേമസ് കളറാണ് വയലറ്റ് കളർ. ഇത് ഹുഡ് ആൻഡ് ഹോബിൻ്റെ അടുപ്പാണ്. പുകയില്ലാത്ത ഹുഡ് ആൻഡ് ഹോബാണ്. ഡി ലൈഫാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് തൊട്ട് മുകളിൽ തന്നെ അവർ കോഫി കപ്പൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ തുടങ്ങുന്നതിൻ്റെ അവിടുത്തെ ഫാൻസി ലൈറ്റാണിത്. ഇതാണ് ഞങ്ങളുടെ സാലിമാമ. സാലിമാമയുടെയാണ് വീട്. പക്ഷേ ഇവിടുത്തെ അച്ചായൻ ഒരു ലോറി ഡ്രൈവറാണ്.
അച്ചായൻ്റെ കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയാണ് ഒരു വീട്. ഒരു ലോറി ഡ്രൈവറുടെ ഒരു വീടാണിത്. നിങ്ങൾ കാണേണ്ടതാണിത്. 50 ലക്ഷത്തിന് മുകളിൽ പോയൊരു വീടാണിത്. വസ്തു മേടിച്ച് അവർ വീടുണ്ടാക്കിയാണ്. ഇവിടെ നേരെ ഒരു അടുക്കളയാണ്, ചെറിയൊരു അടുക്കളയായിട്ട് പോർഷൻ തിരിച്ചേക്കാണ്. ചിമ്മിനിക്കുള്ള ഒരു അടുക്കളയായിട്ട് ഒരു സ്റ്റോർ റൂം പോലെ ചെറിയ അടുക്കളയോട് ചേർന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തോട്ടുള്ള ഒരു വാതിലാണ്. ഇവിടെ ഒരു ചെറിയ സിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കാണാം നമുക്ക്. ഇവിടെ നേരെ അടുക്കളയുടെ വെളിയിലോട്ടുള്ള ഒരു വാതിലാണ്. അടുക്കളയുടെ വെളിഭാഗമാണിത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വീടാണിത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലോട്ട് കയറി. അതിൽ തന്നെയാണ് അവിടുന്ന് 2 മുറിയുണ്ട് ഓപ്പോസിറ്റ്. അതിൽ ഫസ്റ്റ് മുറിയാണ്, ഫസ്റ്റ് മുറിയാണിത്. അടിപൊളി പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. ഫാനൊക്കെ, ജനൽ, നല്ലൊരു ബാത്റൂം, ഫ്ലോർ ടൈലൊക്കെ സൂപ്പർ ടൈലാണ്. ഇവിടെ ബെഡൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ പച്ചാനില്ല, ചേച്ചി മാത്രമേ ഉള്ളൂ. ചേൻ ജോലിക്ക് പോയിരിക്കുകയാണ്. ഇത് നല്ലൊരു ബാത്റൂമാണ്. നല്ലൊരു ബാത്റൂമാണ്. നല്ല അടിപൊളിയായിട്ട് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷവർ, ബാത്റൂമിൻ്റെ അകത്തും വാഷ് ബേസിനുണ്ട്. കൂടാതെ മിറർ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഷവറൊക്കെ ബ്രാൻഡഡ് ഷവർ തന്നെ പിടിപ്പിച്ചിരിക്കുന്നത്. ജഗ്വാർ, സെറ. ഇത് ഫസ്റ്റ് ബാത്റൂം. എല്ലാ ബെഡ്റൂമിലും ബാത്റൂമുണ്ട്. ഇവിടെ നേരെ നമ്മൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ റൂമുണ്ട്. താഴെ 2, മൊത്തം ടോട്ടൽ 4 റൂമാണ്. അടുത്ത റൂമാണ്. ഇവിടെ ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വേറൊരു കളറാണ് ഹാഫ് ഭിത്തി. ഇതും ഇവിടെ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. ഡി ലൈഫ് ഹോം ഇന്ത്യയിൽ ചെയ്തേക്കുന്നതാണ്. ഇതൊരു ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് ഒരു അലമാരി പോലെയാണ്. ഡി ലൈഫ് ഹോം ഇന്ത്യയിൽ ഡിസൈനിങ് കമ്പനിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡി ലൈഫ് എന്ന് പറഞ്ഞ് ഇവിടെയും ഒരു ബാത്റൂമുണ്ട്, അറ്റാച്ച്ഡ് ആണ്. അതും നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും വാഷ് ബേസിനുണ്ട്, മിററുണ്ട്. അപ്പുറത്തെ പോലെ തന്നെ വലിയ സമയം എന്നാൽ വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. ഫ്ലോർ ടൈലും കാര്യങ്ങളും എല്ലാം നല്ല. ഇപ്പോൾ ഈ സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് പോകണം. കണ്ടോ, സ്റ്റെയർ കേസ് ലൈറ്റ് ഒക്കെ ഉണ്ട്. ആ ലിവിങ് ഹാളിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും കൂടെ ചേർന്നാണ് സ്റ്റെയർ കേസ് പിടിപ്പിച്ചേക്കുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെ അതിൽ ഇൻറ്റീരിയൽ ഫ്ലവർ ബേഡ്സ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഡി ലൈഫ് ചെയ്തതാണ് ഈ ഒരു ഇൻറ്റീരിയൽ ഡിസൈനിങ്. ഇതാ ഇവിടെ തന്നെ നമുക്കൊന്ന് നോക്കാം. ഡൈനിങ് ഹാളിലെ വ്യൂ, ഫാൻസി ലൈറ്റ് ഒക്കെ കിടക്കുന്ന നല്ല ഭംഗി, നല്ല ഫ്ലോർ ടൈല്, അടിപൊളി ഫ്ലോർ ടൈലാണ്. നമുക്ക് മുകളിലോട്ടൊന്ന് കയറിപ്പോം. സ്റ്റെയർ കയറി നമ്മളിപ്പോൾ മുകളിലോട്ട് പോവാണ്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഹോൾ പോലെയാണ്. ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു ഹോളാണ്. ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല. ഈ അടുത്തിടയ്ക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞതേ ഉള്ളൂ. ഇതാ ഇതൊരു ഹോളാണ്, ഫസ്റ്റ് ഫ്ലോറിലെ ഹോളാണ്. ഇവിടെയുണ്ട് താഴത്തെ പോലെ തന്നെ 2 ബെഡ്റൂം ഓപ്പോസിറ്റ്. ഈ ബെഡ്റൂം തുറന്നു. ഇതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് മെയിൻ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ബെഡ്റൂമാണിത്. ഇവിടെ ഡി ലൈഫ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് വലിയൊരു അലമാരിയാണ്. അലമാരി, വലിയൊരു അലമാരിയാണ് ഡി ലൈഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ് ആയാലും ഇവിടെ ഇട്ട് സെറ്റ് ചെയ്തേക്കുന്നത്, ഇവിടെ കൊണ്ടുവന്ന് അവരിവിടെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ മാറ്റാനൊന്നും പറ്റത്തില്ല നമുക്ക്. ഇവിടെയും വയലറ്റ് കളറ് ഒരു ഭിത്തിക്ക്. ഇവിടുന്ന് തന്നെ ഒരു വാതിൽ വെച്ചിട്ടുണ്ട്. നേരെ ബാൽക്കണിയിലോട്ട് പോകാം. ചെറിയൊരു ബാൽക്കണിയാണ്. ഫ്ലോർ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഗ്രീനുള്ള ഫ്ലോർ മാറ്റാണ്. ഇവിടെ നിന്ന് നമുക്ക് വെളിയിലത്തെ വ്യൂ ഒക്കെ കാണാം. വെളിയിൽ കൂടെ പോകുന്നതിനും 2 സൈഡും ഉണ്ട്. അങ്ങേ സൈഡ് ക്ലോസ് ചെയ്തിട്ടേക്കണം. അതിൻ്റെ ചാവിയില്ലെന്നാണ് ഇവിടുത്തെ ചേച്ചി പറയുന്നത്.
ഇവിടെ നിന്ന് നമുക്ക് പുറത്തുള്ള വ്യൂ നമ്മൾ വന്ന വഴിയൊക്കെ കാണാം. ചെറിയൊരു ബാൽക്കണി പോലെയാണിത്. ഈ ബാൽക്കണി ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ചെറിയൊരു ബാൽക്കണിയാണ്. അത്യാവശ്യം നല്ല ബാൽക്കണിയാണ്. 2-3-4-5 കസേര ഇടാം, അല്ലെങ്കിൽ സോഫ സെറ്റ് ഫുള്ളായിട്ട് ഇടാം. വീണ്ടും ആ മുറിയിലോട്ട് തന്നെ നമ്മൾ കയറുന്നത്. അവിടെ നിന്ന് പുറത്തോട്ടുള്ളതാണ് ആ വാതിൽ. ഇത് വലിയ ബെഡ്റൂമാണ്. ബെഡ് ആയാലും ഇവിടെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ. അങ്ങനെ ചുരുക്കി പറയുന്നത് ഇത് ഉള്ളതിൽ ഇവിടെ ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂമാണ്. ഇവിടെ നല്ല മനോഹരമായിട്ട് ഒരു ബാത്റൂമുണ്ട്. ബാത്റൂമിൽ ഡോർ കണ്ടാൽ തന്നെ അറിയാം. താഴത്തെ പോലെ തന്നെ അതിലും നല്ലതായിരിക്കും എന്ന് നമുക്ക് നോക്കാം. നമുക്കൊന്ന് നോക്കാം. ഇത് വലിയൊരു ബാത്റൂമാണ്. താഴത്തെ ടൈലിൻ്റെ ഡിസൈൻ അല്ല, ഇവിടെ വേറൊരു ഡിസൈനാണ്. എന്നാലും അടിപൊളി. ഷവർ, സോപ്പ് ഡിഷ്, ക്ലോസറ്റൊക്കെ ആയാലും പാരി വെയർ, സെറ അങ്ങനെയുള്ള സെറയുടെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയും വാഷ് ബേസിനും ഉണ്ട്, മിറർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്ലോർ ടൈല്, ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഫ്ലോർ ടൈലൊക്കെ അടിപൊളി ടൈലാണ്. എല്ലാം ഒരേ ടൈല് തന്നെയാണ്, പക്ഷെ നല്ല അടിപൊളി ടൈലാണ്. ഇതാണ് ഡി ലൈഫ് ചെയ്തേക്കുന്ന അലമാരി. ആ റൂമിൽ നിന്ന് നേരെ താഴത്തെ പോലെ തന്നെ അടുത്ത ഓപ്പോസിറ്റ് റൂമുണ്ട്. മൊത്തം ഞാൻ പറഞ്ഞു ഈ വീട് 4 റൂമാണോ 4 ബെഡ്റൂമുള്ള ഒരു വീടാണ്. മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ. ഇവിടെയും ഡി ലൈഫ് ചെയ്തിട്ടുണ്ട്. ഒരു കബോർഡ് വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ പോലെ വലിയൊരു അലമാരി ഇവിടെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ കർട്ടൻസ് ആയാലും നല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ കർട്ടൻസാണ്. ഇവിടെയും വോളിൽ 2 കളറാണ്, ബ്ലൂ വിത്ത് വൈറ്റ്. എല്ലാ മുറിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. അത് തന്നെ വലിയൊരു ഭംഗിയാണ്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണത്. ഇവിടെ ബെഡ് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ബാത്റൂം ആയാലും നല്ല ഏറ്റവും വലിയ ബാത്റൂമാണ് ഇവിടുത്തെ. ഇവിടെ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് അവർ ഒരു വലിയ ഈ മുറിയുടെ അത്രയും വലുപ്പത്തിൽ തന്നെ ഈ ബാത്റൂം എടുത്തിരിക്കുന്നു തോന്നുന്നു. വലിയ ബാത്റൂം. ഇവിടെ 2 കട്ടിലിടാവുന്ന സൈസിലുള്ള ഒരു ബാത്റൂമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷേ ഇത് ഉള്ളതിൽ ഏറ്റവും വലിയ ബാത്റൂമാണ്. അതായത് വലിയൊരു മുറിയുടെ അത്രയുണ്ട്. ഇവിടെയും ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വന്ന സ്ഥലമാണ്. സ്റ്റെയർ ഇവിടെ ഇങ്ങോട്ട് ഒരു താഴത്തെ പോലെ തന്നെ ഒരു ലിവിംഗ് ഹാൾ പോലെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ദിവാൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ദിവാൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പോലെ തന്നെ പുറത്തോട്ട് ഒരു ബാൽക്കണിക്കുള്ള ഒരു ഡോറുണ്ട്. പക്ഷേ ഇവിടുത്തെ ചാവി കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്യാത്തത്. അപ്പുറത്ത് കണ്ട പോലെ തന്നെ സെയിം ബാൽക്കണിയാണ്. രണ്ടും ഒരേപോലെ തന്നെ ഫ്ലോർ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ. ഇത് ഫസ്റ്റ് ഫ്ലോറിലെയാണ്. താഴത്തെയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇത് ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഇവിടെ അത്യാവശ്യം നമുക്ക് നിൽക്കുകയൊക്കെ ചെയ്യാം. അപ്പുറത്ത് ബാൽക്കണി എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിപ്പം റൂഫൊക്കെ ചെയ്ത് കഴിയുമ്പം അത്യാവശ്യം നമുക്ക് തുണിയൊക്കെ ഉണക്കാനിടുകയൊക്കെ ചെയ്യാം. അതിൽ നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് മൊത്തത്തിൽ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഇത് അടുക്കളയുടെ ചിമ്മിനിയാണ്. ഇവിടെ ടാപ്പൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ, അതിൻ്റെ ഡ്രെയിനേജ് പോകാനുള്ള പൈപ്പ്. ഇതാ ഇവിടെ നിന്ന് സൈഡ് വാഷൊക്കെ കാണാം. ഇവിടുന്ന് ഒരു സ്റ്റെയർ ചെയ്തിട്ടുണ്ട്, അതായത് ഏറ്റവും ടോപ്പിലോട്ട് ടെറസിലോട്ട് കയറാൻ വേണ്ടി. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഭംഗിയാണ്. 2600 സ്ക്വയർ ഫീറ്റ് ആണെന്നാണ് പറയുന്നത് മൊത്തം. ഇത് 2600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്. അതും നിങ്ങൾ കാണേണ്ട ഒരു ഡ്രൈവറുടെ വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഓണർ 2 പേരാണ്. എന്നാലും ചേട്ടൻ ഇവിടെ ഇല്ല, ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചിയോട് നമുക്ക് കാര്യങ്ങളൊന്നും ചോദിക്കാം. എൻ്റെ ഒരു കസിനും കൂടാണ്. എൻ്റെ ഒരു കസിനാണ്. എനിക്ക് പേരൊക്കെ അറിയെങ്കിലും നിങ്ങളെ പരിചയപ്പെടുത്താനൊന്ന് പരിചയപ്പെടാം. പേരൊന്ന് പറഞ്ഞേ. പേര് സാലിയാണ്. എത്ര മക്കളാണുള്ളത്? എനിക്ക് 2 പേര്, ഒരു മോളും ഒരു മോനുമാണ്. മോൾ IT ആണ്. മോനും ഇപ്പം അക്കൗണ്ട്സ് എല്ലാം കഴിഞ്ഞ IT എല്ലാം ഒമാനിലായിരുന്നു. വന്നിട്ടുണ്ട്. ഇപ്പം കോയമ്പത്തൂർ ജോലി നോക്കുന്നു. ജാസ്മിൻ അവളിപ്പോഴും ബാംഗ്ലൂർ തന്നെയല്ലേ? ബാംഗ്ലൂർ തന്നെയാണ് ജാസ്മിൻ. മോൾ ബാംഗ്ലൂരിലാണ്. അവളിപ്പോൾ 5 വർഷമായിട്ട് ജോലി നോക്കിയിട്ടിരിക്കുക. 6 വർഷമാകാൻ പോകുന്നു. ഞങ്ങൾ കോയമ്പത്തൂരായിരുന്നു. ഞങ്ങളെല്ലാം സെറ്റിംഗ് എല്ലാം. അത് ഞാൻ പറയാൻ പറ്റുപോയി. ഇവര് കോയമ്പത്തൂരായിരുന്നു. കോയമ്പത്തൂർ എൻ്റെ കസിനാണ്. കോയമ്പത്തൂർ വർഷങ്ങളായിട്ട് കോയമ്പത്തൂർ മേട്ടുപ്പാളയത്ത് വീട് മേടിച്ച് താമസിക്കുകയായിരുന്നു. അവിടെ വീടുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട്. അത് ഇതുവരെയും കൊടുത്തിട്ടൊന്നുമില്ല. അത് കൊടുക്കാതെ ഇവിടെ വന്ന് സ്ഥലം മേടിച്ച് വീട് വെച്ചാണ്. ഇവിടെ ഇത് റാന്നി ഏരിയയിലാണ്, പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണിത്.
അപ്പം സ്ഥലം ഉണ്ടായിരുന്നു ഇവർ ആ പപ്പാടെ ഓക്കെ ഓക്കെ സോറി സ്ഥലം ഉണ്ടായിരുന്നു. സ്ഥലം ഇവർ പപ്പാടിയായിരുന്നു, വീടുമായിരുന്നു. ആ സ്ഥലത്ത് സ്ഥലം എടുത്ത് അച്ചായന്റെ വീതമായിരുന്നു ആ സ്ഥലം. ഒരു ആദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലായിരുന്നു. പക്ഷെ അതുപോലെ കിടന്നിടം ഒരുപാട് വർക്ക് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഒരു മണ്ണൊക്കെ എടുത്ത് നല്ല ഒത്തിരി കഷ്ടപ്പെട്ടു. ഈ കാണുന്ന രീതിയിൽ ആക്കി എടുത്തതിന് ശേഷമാണ് ഇവിടെ ഒരു വീട് വെച്ചത്. അതെ. കാരണം ഈ മതിലൊക്കെ നമ്മൾ ആദ്യം കണ്ട മതിലും ഗേറ്റും ഒക്കെ പിന്നെ അങ്ങനെ റോഡ് ലെവലാക്കി അത് ഒത്തിരി ചെയ്താണ്. കഷ്ടപ്പെട്ട് ചെയ്തു. കുറച്ച് ഇതുകൊണ്ട് എല്ലാം നല്ല വിധമായിട്ടൊക്കെ ദൈവം തന്നു. അച്ചാൻ എത്ര വർഷമായി ലോറി ഓടിക്കാൻ തുടങ്ങിയിട്ട്? പുള്ളി 10-29 വർഷത്തോളമായി ലോറി ഓടിക്കാൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോറി ഡ്രൈവറുടെ വീടാണിത്, അല്ലാതെ വലിയൊരു ബിസിനസ്മാൻ്റെ ഒരു വീടല്ല ഇത്. ഒരു ലോറി ഡ്രൈവറുടെ വീടിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതും ഒരു നാഷണൽ പെർമിറ്റ് ലോറി, കോയമ്പത്തൂർ ടു കോട്ടയം മാർക്കറ്റിലോട്ട് പച്ചക്കറി കൊണ്ട് വരുന്ന ലോറിയാണ്. വർഷങ്ങളായിട്ട് പുള്ളി ആ ലോറിയെ തന്നെ, ഒറ്റ ഓണറിൻ്റെ ലോറിയെ തന്നെയാണ്. പുള്ളിയുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാണിത്. നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ്. നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ നല്ല അടിപൊളി 2600 സ്ക്വയർ ഫീറ്റിൽ ഈ കണ്ട പോലെ എല്ലാം ലാസ്റ്റ് നമ്മൾ കണ്ട പോലെ വലിയൊരു ബെഡ്റൂമിൻ്റെ വലിപ്പമുള്ള ഒരു ബാത്റൂമും കാര്യങ്ങളും ഒക്കെ. ചേട്ടൻ്റെ പേരെന്തുവാ? ബാബു. ബാബുച്ചാറിന് എനിക്കറിയാം, എന്നാലും ഇവിടുത്തെ ചേച്ചിയെ കൊണ്ട് ഞാനങ്ങ് പറയിപ്പിച്ചതാണ്.